ഹായ്, രേണുസുധിയുടെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. 2 പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. മൈ മീഡിയ ഒറിജിനൽസിലാണ് ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത്. വീഡിയോ ഇന്നലെ ചെയ്യാൻ പറ്റില്ല, ഇന്നലെ തിരുവോണമൊക്കെ ആയിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ രേണുവും സെക്കൻഡ് എപ്പിസോഡിൽ രേണുവിൻ്റെ ചേച്ചിയും കൂടെ ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഇൻ്റർവ്യൂ പോലെ കിച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരയിടുന്നത് പോലെ പറയുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടെ കാര്യങ്ങൾ മറ്റ് വ്ളോഗേഴ്സിനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ട് നമുക്ക് സംസാരിക്കാം. രേണുസുധി എന്ന വ്യക്തിയെ കൂടുതൽ അറിയുന്ന രമി ചേച്ചിയാണ്, സ്വന്തം ചേച്ചിയാണ്. എന്താണ് രേണുവിനെ പറ്റി പറയാനുള്ളത്? ശരിയെ പറ്റി പറയാനാണെന്ന് വെച്ചാൽ അവള് കാരണം അനീതിയായിട്ട് പറയല്ല, ഇതുപോലെ ഓരോ മറ്റുള്ളവരുടെ മുമ്പിലും നമ്മുടെ സൈബർ ബുള്ളിങ് അവളെ അറിയാൻ വരാത്ത പോലും ആൾക്കാരുടെ മുമ്പിൽ നിന്നും അവരുടെ വായിൽ നിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് ഒരു സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അതിന് എക്സ്ട്രീം ലെവൽ അനുഭവിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ ഒരു രോഗാവസ്ഥയിലും അവൾ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ എനിക്ക് വലിയൊരു റോൾ മോഡലായിട്ട് തോന്നുന്നു. അനീതി ഞാൻ അന്ന് ജൂണിൽ വരുന്ന സമയത്ത് ചേച്ചിയും കാരണം ഞാനും കാരണം അന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അവനൊന്ന് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എന്താണ് തോന്നുന്നത്? ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ആ കീമോയുടെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം, പക്ഷെ അവൾ എഴുന്നേക്കും, തിരിച്ചു വരും. ഈ ട്രീറ്റ്മെന്റ് സർജറിയും കൂടെ കഴിയുമ്പോൾ അവൾ പഴയതിനേക്കാളും നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം രേണുസുധിയെ പറ്റി പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. അതിനൊക്കെ ഒരു വിൽ പവർ രേണുവിൻ്റെ, ഞാൻ മുൻപൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആ വിൽ പവർ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. എന്തുമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ഇത് മുമ്പൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. രേണു ഫാനിൽ കെട്ടി തുങ്ങി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതൊരിക്കലും രേണു ചെയ്യില്ല. കാരണം രേണുവിന് ഇതിന് മുൻപ് എന്തുമാത്രം വിഷയങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിലൊന്നും അവർ തളർന്ന് വീടുന്ന ഒരാളല്ല. അത്രയധികം വിൽ പവർ അവർക്കുണ്ട്. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ നല്ലൊരു ഉരുക്ക് വനിത എന്ന് വെച്ചാൽ എന്ത് വന്നാലും അല്ലെങ്കിൽ എന്ത് നടന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. ആ ഒരു തരത്തിൽ രേണുവിൻ്റെ മനസ്സത് ആ ഒരു വിൽപ്പ. ഇപ്പോ ഓണത്തിനിപ്പോ സുചേട്ടനില്ല, കിച്ചു ഇല്ല, ഇതപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ കിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ രേണുവിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അറിയത്തില്ല, അത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. നമുക്ക് കഴിഞ്ഞ ഓണത്തിന് ഓരോടെ വന്നാൽ ഞങ്ങളോടുണ്ടായിരുന്നു, കഴിഞ്ഞ ഓണത്തിന് ഓരോടെ ഉണ്ടായിരുന്നു, ക്രിസ്മസിനുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതാ ഇപ്പോഴും ഞങ്ങൾക്ക് അതൊരു കാരണം ഇവൻ ഇങ്ങനെ മാറിപ്പോയെന്നുള്ള കാര്യം ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ബ്ലോഗർ അതിൽ പിന്നെ സംസാരിച്ചു, അതുവരെ സംസാരിക്കുമായിരുന്നു, ഫോൺ വിളിക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പൈസ ഇട്ട് കൊടുക്കുകയും അങ്ങനെ ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ഐഡിയ ഇതുവരെ കിട്ടുന്നില്ല? ഐഡിയ ഇവിടെ പറഞ്ഞ ബ്ലോഗർ അവരെന്താണ് അവരെ കൺവിൻസ് ചെയ്തത് എന്താണെന്ന് അറിയില്ല. കാരണം അവര് ഒരു ദിവസം അവരുടെ വീട്ടിൽ ചെന്ന ഒരു വീഡിയോ വന്നായിരുന്നു, അവർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ പ്രശ്നങ്ങൾ. അതെന്താ അവർ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. അവരുടെ ഏത് കുടുംബത്തിൽ അവരെ കയറ്റിയാലും അവിടെ രണ്ടാക്കും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അനുഭവിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് അനുഭവത്തിൽ മനസ്സിലായി. സുധി എന്ന് പറഞ്ഞ ആളുടെ എന്റെ ഭർത്താവിന്റെ കുടുംബം, എന്റെ വീട്ടുകാരുടെ കുടുംബം, ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന കുടുംബം രണ്ടായിട്ട് പറഞ്ഞത് ഈ ഒരു ഒറ്റ ബ്ലോഗർ ഷെഫിന ബീബി എന്ന് പറഞ്ഞവരെ വീട്ടിൽ മകൻ എന്ന് പറയുന്നത് കിച്ചു എന്ന രാഹുൽ ദാസ് ഇവരുടെ അടുത്ത് നിന്ന് മാറിയെന്നാണ് ഇവര് ചേച്ചിയും അനിയത്തിയും കൂടെ പറയുന്നത്. ഒരാളുടെ അല്ലെങ്കിൽ ഒരാൾക്ക് മാറ്റാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ കുടുംബ ബന്ധം എന്ന് പറയുന്നത്? ഇവർ വളർത്തമ്മയാണ്, വളർത്തു മകനാണത്. അപ്പോൾ അവന് അറിവും കാര്യങ്ങളൊക്കെയും വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അവന് അവൻ്റേതായ സ്റ്റാൻഡിൽ അവൻ നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവനൊരു മാറ്റം അനിവാര്യമാണെന്ന് ചിലപ്പോൾ തോന്നിക്കാണും. പറഞ്ഞതുപോലെ ഒറ്റമ്മയല്ലല്ലോ, വളർത്തമ്മയല്ലേ. അപ്പോൾ അത്രയൊക്കെ കാണുകയുള്ളൂ. അത് രേണു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാനത് എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ഇനി ചോദിക്കേണ്ട. കാരണം കിച്ചു അവർ തമ്മിലുള്ള വിഷയം നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇവരോടുള്ള ചോദ്യങ്ങളിൽ നിന്ന് അത് മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്. കാരണം വീണ്ടും ഇതൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും പഴയ കാര്യങ്ങൾ വീണ്ടും ചികഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥയിൽ കൊണ്ട് വരാതിരിക്കുക. ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു ആള് അവരുടെ കുടുംബമില്ലത്തുള്ള അവരുടെ വീട്ടിൽ പോയതിന് ശേഷമാണ് കിച്ചുവും അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായിട്ട് ഇവർ പിണങ്ങി എന്നാണ് പറയുന്നത്. അവർ ഏത് കുടുംബത്തിൽ ചെന്നാലും അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെ 2 ഭാഗങ്ങളാക്കാറുണ്ട് എന്നാണ് പലരും ഇവരോട് പറഞ്ഞത്. അതുപോലൊരവസ്ഥയാണ് ഇപ്പോൾ ഇവരും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും എനിക്ക് പറയാൻ തോന്നുന്നത്, കാരണം ഒരാൾ വിചാരിച്ചാൽ അത് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹബന്ധം അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ ഒരിക്കലും അതിന് പുറത്തുനിന്നുള്ളവരോ അല്ലെങ്കിൽ ഭയങ്കരമായി അകത്ത് കുടുംബത്തിലുള്ളവരായാലും ശരി അതൊരിക്കലും പിണങ്ങിപ്പോകാൻ ഒരാൾ പറഞ്ഞെന്ന് കരുതിയോ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും അവരിത് പറഞ്ഞു അത് പറഞ്ഞെന്ന് കരുതിയോ ഒരിക്കലും തെറ്റിപ്പോയില്ല. അപ്പോൾ അവർ തമ്മിലുള്ള വിഷയം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷമാണ് അവർ തമ്മിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ അതൊരു ആ ഒരു ബന്ധം
വേർപെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്തരം കാര്യങ്ങളാണല്ലോ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചിട്ടുള്ളത്. വെറുതെ അത് ഷെഫീന ബീവിയുടെ തലയിൽ കൊണ്ട് ഇടാതിരിക്കുക. മഞ്ജുപിള്ളയുടെ മോഡലിംഗ് കാര്യത്തിൽ അവർ തമ്മിൽ ഒരു മാതാവിനെ കേൾക്കാവുന്ന അപ്പുറത്തേക്കാണ് സ്വന്തം മകളെ പറ്റിയിട്ട് ഒരാൾ പറയുന്നത്. പക്ഷെ അവരുടെ ബോണ്ട് അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് അവർ തമ്മിൽ തിരിഞ്ഞില്ല. മഞ്ജു പിള്ളയുടെ മകളുടെ കാര്യത്തിൽ ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ഞാനത് റിയാക്ട് ചെയ്തത് കാരണം ആ കുട്ടി വിഷയം പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോയാണ് അവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയധികം മോശമായിട്ട് പറയേണ്ട ഒരു അവസ്ഥയില്ല എന്നുള്ളത്. അത് ഷെഫീന ബീബി തന്നെ പറയുന്നുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു, ഒരുപാട് കടുത്തു പോയി പറഞ്ഞത് നല്ലൊരു വിഷയവും നല്ലൊരു കാര്യവും തന്നെയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ പറയുന്നത് അത് ഒരു ലിമിറ്റ് വേണം. അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം പറയുന്നത് മറ്റൊരാൾ കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ അവരെ പറയുന്നതാണ്. അത് കുറച്ചുകൂടെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് സംസാരിക്കാനും ചെയ്യാനും ഒക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് വായിൽ വരുന്നതും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് അല്ല. പക്ഷെ അവരതും അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഈ ഷഫീന ബീവിയുടെ വീഡിയോയ്ക്ക് ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അവരിങ്ങനെ മോശം മാത്രം പറയുന്നൊരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവർ നല്ല നല്ല വിഷയങ്ങളും അവർ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്, പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു തരത്തിൽ മാത്രം നമുക്ക് അടച്ചാക്ഷേപിക്കാനായിട്ട് പറ്റും. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നുമല്ല, എനിക്ക് ആരെന്ന് പോലും എനിക്കറിയത്തില്ല. വീഡിയോ കാണാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് അവരെ പേഴ്സണലായിട്ട് എനിക്കറിയില്ല, അവരെന്താണെന്നോ എങ്ങനെയാണെന്നോ രീതി എന്താണെന്നോ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് വിഷയങ്ങൾ അവർ വീഡിയോ വഴി പുറത്ത് കൊണ്ടുവരുന്നുണ്ട്, പുറത്ത് എത്തിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങളെ മാത്രം അല്ലെങ്കിൽ രേണുസുതിയെ മാത്രം പിന്തുടർന്നു വരുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് പറയുന്നത്. അവർ ഒരുപാട് വിഷയങ്ങൾ അവർ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ പേജിലാണ് സംസാരിക്കുന്നത്. പക്ഷേ പേജിൽ കാര്യമില്ല. ഇവരെ പോലുള്ള ആൾക്കാരുടെ നാക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ ഇതിപ്പോൾ നമ്മുടെ തൂഫാനൊക്കെ നടക്കുന്ന പോലെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കൺട്രോൾ വരുന്ന സമയം അതിക്രമിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാറ്റങ്ങളൊക്കെ വരട്ടെ, അതൊക്കെയും അനിവാര്യമാണ്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ബ്ലോഗ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ, അപ്പോൾ ചിലരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തെറി പറയും, അല്ലെങ്കിൽ ചീത്ത പറയും, അങ്ങനത്തെ രീതിക്കൊക്കെ പറയാതിരിക്കുക. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ അഭിപ്രായം പറയുക, അല്ലാതെ ഒരാളുടെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ, മോശപ്പെടുത്തുന്ന തരത്തിൽ വീഡിയോ പറയാതിരിക്കുക. അതിന് ഞാൻ സപ്പോർട്ടല്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ലൈവ് സബ്സ്ക്രിപ്ഷൻ ഇതിൽ കൂടെ രേണു ഉണ്ടാക്കിയതുപോലെ എന്ന് വെച്ചാൽ രേണു ചെയ്തതുപോലെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കെതിരെയും കൂടെ കൊണ്ടുവരിക. അങ്ങനത്തെ കാര്യങ്ങളും ഇവിടെ നടക്കണ്ട. സോഷ്യൽ മീഡിയ വഴി ഈ ഒരു വിഷയവും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളും നടക്കണ്ട എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ചക്കയും ചക്കപ്പോത്തും. ഞാൻ ചക്കപ്പോത്താണ്. ഒരു 10 ചക്കപ്പോത്ത് ചേരുന്നതുണ്ട് പുള്ളിക്കാരൻ. മനസ്സിലായോ? അതവർ ചിന്തിക്കുന്നില്ല. ഞാൻ ചക്കപ്പോത്താണ്, എന്നെ പോലല്ല. ഒരു ഒറിജിനൽ ഒരു 10 ചക്കപ്പോത്ത് ചേരുന്നതാണ് അവര്. പക്ഷെ എനിക്ക് തോന്നുന്നു 2026 എത്തിയിട്ട് പോലും മനുഷ്യരുടെ ആ ബോഡി ഷേമിംഗ് ഇപ്പോഴും മാറിയിട്ടില്ല. അത് അവരാണ് അത് ഏറ്റവും കൂടുതൽ അവരെ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങളെങ്കിലും അങ്ങനെ പറയാതിരുന്നൂടെ? അപ്പോൾ ഇവരും നിങ്ങളും തമ്മിൽ എന്താണൊരു വ്യത്യാസമുള്ളത്? അവരിതാ ചക്കപ്പോത്ത്, ഞാനത് കണ്ടില്ല കേട്ടോ. ചക്കപ്പോത്ത് എന്ന് പറഞ്ഞെന്ന് പറയുന്നു. ഇവരിതാ പറയുന്നു ഇവർ 10 ചക്കപ്പോത്ത് ചേർന്നാലാണ് ഷഫീന ബേബി എന്ന്. ഇത് രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങോട്ട് പറയാൻ ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടുപേരുടെ ഭാഗത്തും പറഞ്ഞു കഴിഞ്ഞു. അതിന് ഇനി ന്യായം പറയാനായിട്ടൊന്നുമില്ല. കാരണം അവർ പറഞ്ഞു, നിങ്ങളും തിരിച്ചു പറഞ്ഞു. കാരണം ആരുടെ ഭാഗത്ത് ന്യായം എന്ന് ചോദിച്ചാൽ ആരുടെ ഭാഗത്തും ഇല്ല. അവർ പറഞ്ഞു, നിങ്ങളും പറഞ്ഞു. ഒരേപോലെ ഉള്ള വ്യക്തികളാണ്. അപ്പോൾ ഇതിന് അവരെയും കുറ്റം പറയാൻ പറ്റില്ല, നിങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരുന്നിട്ട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്കതിൽ വിഷമമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് പറഞ്ഞാൽ കുറച്ചുകൂടി സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഞാനത് കേട്ടില്ല, ഞാൻ ആ ഒരു വീഡിയോയും കണ്ടില്ല. അപ്പോൾ നിങ്ങൾ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം എന്നേ ചോദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ശരീരത്തിന്റെ തടിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ കളിയാക്കുന്നത് അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? അവർക്ക് ആരെ വേണേലും എന്തും പറയാവുന്ന ഒരു ലൈസൻസ് എടുത്തതുപോലെ തന്നെയല്ലേ
അവരുടെ സംസാരം. എന്തെങ്കിലും ഒരു മാറ്റം വരും, നിയമത്തിനൊക്കെ മാറ്റം വരും. സതീശൻ സാർ, നമ്മുടെ CM PD സതീശൻ സാർ പറഞ്ഞിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൺട്രോൾ വരുത്തും എന്നൊക്കെ പറയുന്നു. അത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കിട്ടുന്നത് രേണുസുതിക്കാന്ന് എനിക്ക് തോന്നുന്നു. ബോഡി ഷേമിങ് ആരെയും ചെയ്യാൻ പാടില്ല. അത് മേഞ്ഞിരിക്കുന്നവരായിക്കോട്ടെ, കറുത്തിരിക്കുന്നവരായിക്കോട്ടെ, വണ്ണമുള്ളവരായിക്കോട്ടെ, വേറെ ഭംഗിയില്ല, ഭംഗി കുറഞ്ഞു, കറുപ്പ് വെളുപ്പ്, അവരിങ്ങനെയാണ് അവരുടെ മുടി ഇങ്ങനെ, ഇപ്പം അങ്ങനെ ആരും ബോഡി ഷേം ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുന്നവരെയും ഞാൻ സപ്പോർട്ടും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നത് എന്തായാലും തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നവർ കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ ചെയ്യാതിരിക്കുക പരമാവധി. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും അതിനെക്കുറിച്ച് ആരുടെയും ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അല്ലാതെ ഒരാളുടെ വ്യക്തിഹത്യ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. ബീവിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ? എന്താണ് അതിന്റെ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? എനിക്കൊന്നും അവരെ പോലീസ് ചോദിക്കുമ്പോൾ അവർ പറയും വികലാംഗയാണ്, അങ്ങനെയാണെന്ന്. ആ സമയത്ത് അവർ വികലാംഗയായിട്ട് അഭിനയിക്കുവാണ്. ആ വികലാംഗക്കാരാണ് അവരുടെ ഒരു ആയുധം. അപ്പൊ അത് വികലാംഗയാണെന്ന് കരുതി എന്ത് തോന്നിയ ദിവസം പറയാനുള്ള ലൈസൻസ് ഉണ്ടോ? മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് കേട്ടാണ്, അവരൊരു വികലാംഗ എന്നുള്ള തരത്തിൽ അവരൊരിക്കലും ഇരിക്കത്തില്ല എന്നുള്ള തരത്തിൽ. പിന്നെ നിങ്ങളെ ബിഷപ്പിൻ്റെ ഒരു കേസ് വന്നിരുന്നില്ലല്ലോ. അപ്പോൾ സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്നൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് രാത്രി തന്നെ അവർ കാറ് എടുത്ത് അവർ പോയിട്ടുണ്ടായിരുന്നു. വികലാംഗ എന്ന് പറഞ്ഞവർ മാറി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് അവരവിടെ എത്തത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് അതൊരു തെറ്റായ കാര്യമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം വികലാംഗ എന്ന കാർഡ് കാണിച്ച് അല്ലെങ്കിൽ വികലാംഗ എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറും എന്നുള്ള തരത്തിലാണ് നിങ്ങൾ പറയുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പരാതിയും കേസുകളായിട്ട് നിങ്ങളെ രീതിയിലായിട്ട് ശ്രമിക്കൂ. അവരവരുടെ രീതിയിൽ അവരും ശ്രമിക്കട്ടെ. അത് തന്നെയാണ് പറയാനുള്ളത്. അവരൊരിക്കലും ഒളിച്ച് താമസിക്കുന്നു എന്നുള്ള തരത്തിൽ എനിക്കറിയില്ല കേട്ടോ. ഒളിച്ച് താമസിക്കുന്നു എന്നുള്ള തരത്തിൽ എനിക്കറിയില്ല. അവരുടെ നാടെവിടെയാണെന്നോ വീടെവിടെയാണെന്നോ. അവരുടെ വീഡിയോസൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് എന്നുള്ളതല്ല. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നവരുടെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് സജഷനിൽ കയറി വരാറുണ്ടല്ലോ, അങ്ങനെ കാണുന്നതാണ്. അല്ലാതെ എനിക്കറിയില്ല സ്ഥിരമായി അവരുടെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സ്ഥിരമായി കാണുന്നവരോ അല്ല. ഞാനിങ്ങനെ യൂട്യൂബ് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും കാണും, അത് കണ്ട് അങ്ങ് പോവും, അത്രയേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് അവരുടെ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ അറിയത്തില്ല. ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്ന തരത്തിലാണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒളിച്ച് താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, അത്രമാത്രമേ ഉള്ളൂ. അവർക്കെതിരെ എന്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അടി അടിച്ചിട്ട് മകനാണോ എന്താണോ കൂടെ മകനാന്ന് തോന്നില്ല, അറിയത്തില്ല. അവരുടെ സ്വഭാവം അവൾ പാടി നടക്കുന്നത്. മകനാണ് അവരുടെ ചെവിക്കൽ വെച്ചോടെ കൊടുക്കണം, അമ്മച്ചിയെ മര്യാദ വീട്ടിൽ ഇരുന്ന് തന്നു. അതാണ് ചെയ്യേണ്ടത്. രേണു നല്ല സമയത്ത് ലൈവിൽ വന്ന് ഓരോ കോമാളിത്തരവും കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓരോ ആൾക്കാരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കിച്ചു 2 എണ്ണം പറ്റിച്ചു കൊടുത്തൂടെ എന്നുള്ളത്. നിങ്ങൾക്ക് അതിന് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല, അതെല്ലാം നല്ലതാണ്, നിങ്ങൾ ചെയ്തത് നല്ലതാണ്. കടിക്കല്ലേടാ കുട്ട, നാക്കൊട്ടൊരിക്കുന്നു, അങ്ങോട്ടൊരിക്കുന്നു, ഇങ്ങോട്ട് താളാൻ ചവിട്ടുന്നു. ഈ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടതാണ്. ഒരു ടീഷർട്ടിനെ എടുത്ത് ചുരുട്ടി കെട്ടി ഇവിടെ എടുത്ത് വെക്കുന്നു, ബാക്കി സാധനങ്ങളൊക്കെ കാണിക്കുന്നു. ഇതൊക്കെ കാണിച്ചത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ എന്തൊക്കെ പറയണമായിരുന്നു? നിങ്ങളുടെ വളർത്തു മകനെന്ന് പറയുന്നത് നിങ്ങളുടെ ഒപ്പം വളർന്നു, അല്ല നിങ്ങളെക്കാൾ അധികം വളർന്നു. അവനുള്ളപ്പോഴാണ് നിങ്ങൾ ഈ കോമാളിത്തനൊക്കെ കാണിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങളെ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത പറയരുത്. പറയാം, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പം പെരുമാറുന്നത്. ഇപ്പോൾ രണ്ടുപേര് പറയുന്നതിലും ഒരു വ്യത്യാസവും ഇല്ല. ഒക്കെ ഒരു സംശയം, ഇവർക്ക് അവിടെ നിന്ന് ഈ പൈസ കിട്ടുന്നത് ഈ സബ്സ്ക്രിപ്ഷനിൽ കൂടെ ശരീരം കാണിച്ചുകൊണ്ടാണ് ഇവൾ പൈസ ഉണ്ടാക്കുന്നത്. പല വ്ളോഗേഴ്സ്, ഞാൻ പറഞ്ഞതല്ല, ഇപ്പോൾ ഈ പറഞ്ഞ അതിലും പല ആൾക്കാരും പേരെടുത്ത് പറയുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ സത്യാവസ്ഥ? നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യമൊക്കെ ഉണ്ടായിരുന്നത് നല്ല കാര്യമായിരുന്നു. പക്ഷേ അത് നല്ല വഴിയിലൂടെ അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഈ കോമാളിത്തരമൊന്നും കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. കുറച്ചൊക്കെ റീൽസിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് നല്ല ഡാൻസ് കളിച്ചോ അല്ലെങ്കിൽ നല്ല വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ലൈവിൽ വന്ന് കിടന്ന് ഓരോ പോക്രിത്തരം കാണിച്ചത് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ പൈസയ്ക്ക് വേണ്ടി തുണിയുരിഞ്ഞ് കാണിക്കേണ്ട ഒരു അവസ്ഥ അതെന്ന് പറയുന്നത് അത് വളരെ വൃത്തികെട്ട സ്ഥിതിയാണ്. എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോഴുള്ള മിക്കവരും യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് റീച്ച് കിട്ടണോ, പെട്ടെന്ന് വ്യൂസ് കയറണോ, പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഒരു പബ്ലിസിറ്റി നേടണോ,
എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നൊരു കാര്യം ഇതാണ്. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്ത് നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ പതിയെ അങ്ങ് മാറി നമ്മൾ മൊത്തത്തിൽ അങ്ങ് കാണിച്ചു തുടങ്ങുക. അങ്ങനെ കാണിച്ചാൽ മാത്രമേ നമുക്ക് റീച്ചും വ്യൂസൊക്കെ കിട്ടൂ എന്നുള്ള തരത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ. മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്നവരെ കൊണ്ട് എന്നുവെച്ചാൽ അവർക്കൊന്നും ഒരു വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു വ്യൂവും ഇല്ല, ഒരു റീച്ചും ഇല്ല, ഒന്നുമില്ല. പക്ഷേ മറ്റുള്ളവരെ ശരീരം കാണിച്ച് മറ്റുള്ളവരെ ആകർഷിപ്പിച്ച് കിട്ടുന്ന പണവും അല്ലെങ്കിൽ അതിലൂടെ നേടുന്ന ഒരു കാശ് എന്തിനാണ് അങ്ങനെ നേടിയിട്ട്? അത് അങ്ങനെ ചെയ്യുന്നവരെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ടും പറ്റത്തില്ല. അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ രേണു അന്ന് സബ്സ്ക്രിപ്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എതിർപ്പുണ്ടായിരുന്നോ ചേച്ചി എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട്? എനിക്ക് ഈ പറയുന്ന പോലെ ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് എന്നാ അതുപോലും എനിക്ക് അറിയത്തില്ല. അതെനിക്ക് അറിയത്തില്ല. എന്റെ ഫോണിൽ അതൊന്നും ഞാൻ എടുത്തിട്ട് പോകുന്നത്. ഇവരോട് ഞാൻ ഇത് എന്നാ എന്നോട് റീൽ എടുക്കുന്നതാണ് ഞാൻ ഞാനൊന്നും പറയാൻ പോയില്ല. അത് എനിക്ക് അന്നേരം മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയാം അവിടെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അങ്ങനെ അതിന്റെ അവൾ അനുഭവിക്കുന്നത് മറ്റേ പക്ഷെ അതെല്ലാം വന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അതൊരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രേണുവിന് ഈ ഒരു അവസ്ഥ വന്നത് ഈ ഒരു ലൈവ് പരിപാടികൾ കാണിച്ച് കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിൽ കാണിച്ച് കൂട്ടിയിട്ടുള്ളത്. അതൊരിക്കലും ആളുകൾ അംഗീകരിക്കാത്ത ഒരു കാര്യം. ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി ഓരോരോ പ്രദർശനങ്ങൾ പ്രദർശിപ്പിച്ച് ഇപ്പോൾ വയ്യാണ്ടായി എന്ന സ്ഥിതിയിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ പറയുന്ന കേട്ടു. അത് ഓരോരുത്തരുടെയും അവസ്ഥയും അല്ലെങ്കിൽ അവരുടെ തലയിലെ വരച്ചിട്ടുണ്ട്. അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ വരും എന്നുള്ളത് ഓരോരോ വിധിയാണ്. അപ്പോൾ അതിനെ അതിലൊന്നും പഴിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. അവരവർക്ക് വരുന്നത് നമ്മൾ തന്നെ അനുഭവിക്കും. എനിക്കൊരു അസുഖം വന്നിരുന്നാലും അത് ഞാൻ തന്നെ അനുഭവിക്കണം. അത് ആരെയും പഴിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇതിനിടയിൽ ഒരു ബിഷപ്പ് കയറി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതും അന്നും ഇന്നും ഈ ബിഷപ്പും രേണുവും തമ്മിലോ ഈ വീട്ടിലുള്ളവർ തമ്മിലോ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ബിഷപ്പാണ് നമ്മൾ ഇരിക്കുന്ന വീട് അതെ, പിള്ളേർക്ക് കൊടുത്തതാ മക്കളുടെ രണ്ടുപേരെ സ്ഥാനം കൊടുത്തത്. അപ്പം അന്ന് ഇപ്പൊ രേണുവിനെ പറയുന്ന കേട്ടില്ലേ ബ്ലോഗേഴ്സ്, അതുപോലെ ഈ ബിഷപ്പിനെ കൊണ്ട് അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കണമായിരുന്നു. അവർക്ക് അതിന് ക്യാഷ് ഉണ്ടാക്കണം. അതിന് രേണുവിനെ തമ്മിൽ ബിഷപ്പിനെ തമ്മിൽ അവരാണ് ഓരോ പ്രശ്നങ്ങളാണ്. എന്തോ അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ബിഷപ്പിനെ രേണുവിനെ എതിരായിട്ട് സംസാരിപ്പിച്ചെന്നോ? പറയുന്നതിനൊരു മാന്യത വേണ്ടേ? ബിഷപ്പല്ലേ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത്? അങ്ങോട്ട് വിളിപ്പിച്ച് ഓരോരോ കണ്ടന്റുകൾ കൊടുത്ത് ഓരോ ചാനലുകാരെയും വിളിച്ച് അങ്ങ് അവിടെ വന്നിരുന്ന് സംസാരിപ്പിച്ച് ഓരോന്നും പറഞ്ഞിട്ട് ഇവരാണോ ബിഷപ്പിനെ വിളിച്ചിട്ടുള്ളത്? ബിഷപ്പല്ലേ ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചത്? ഇല്ലാത്ത ആ ഒരു കാര്യത്തിൽ പറയരുത്. കാരണം പഴയ രീതികളൊക്കെ മറന്ന് നിങ്ങളുടെ അടുത്ത പ്രാർത്ഥനയും കാര്യങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ പറയുന്നത് കൃത്യമായിട്ട് പറയണം. ബിഷപ്പാണ് മുൻപ് ഈ ഓരോ യൂട്യൂബ് ചാനലുകാരെയും വിളിച്ച് അവർക്ക് കാര്യം പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്, രണ്ടെണ്ണം പറയണം എന്നുള്ള തരത്തിൽ ഇവരെയൊക്കെയും വിളിച്ചത് ബിഷപ്പാണ്. അങ്ങോട്ട് പോയി ചെന്ന് അവർ വീഡിയോ എടുത്തിട്ടുള്ളത്. തിരിച്ച് രേണുവും പറഞ്ഞിട്ടുണ്ട്. ഈ രേണു തന്നെയാണ് അയാളെ ബിഷപ്പാമ്പ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ അത് ദൈവപുരുഷൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. നിങ്ങൾ ആ ഒരു രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനായിട്ടില്ല. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇത്ര മാത്രം പറഞ്ഞാൽ മതി. അതല്ലാതെ വീണ്ടും യൂട്യൂബേഴ്സിൻ്റെ നെഞ്ചത്തെ ഇട്ട് കൊണ്ട് കയറാതിരിക്കുക. അവരല്ലേ ഈ പ്രശ്നങ്ങളൊക്കെയും തുടങ്ങി വിട്ടത്. ഫ്രണ്ട്സ് ഒക്കെ അത് ഉടായ്പല്ല, ക്യാൻസർ ഒന്നും ഉണ്ടാവില്ല, നീ എന്താണ്? ഞാൻ പറഞ്ഞു അല്ല, അവിടെ ജനങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഫെയിമിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇപ്പോൾ ഈ മുടി മൊട്ടയടിച്ച് ആ വിഗ് വെച്ചത് അത് വേറൊരു ട്രോള് വേറെ കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുടി മൊട്ടയടിച്ചത് വെറുതെയാണ്, ഫെയിമിന് വേണ്ടിയിട്ടാണെന്നൊക്കെ രീതിയിൽ പറഞ്ഞിരുന്നു. എന്തിനാണ് മൊട്ടയടിച്ചത്? അസുഖം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രോഗാവസ്ഥ ഇപ്പോഴും വിശ്വസിക്കാത്ത ഒത്തിരി പേരുണ്ട്. കാരണം ഇവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. ചിലപ്പോൾ ഇന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ മാറ്റി പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു തരത്തിലായതുകൊണ്ടാണ് ഒരുപാട് പേര് ഇപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത്. അതല്ലാതെ വേറെ ഒന്നുമല്ല. അന്ന് ഞാൻ കരഞ്ഞു പോയ ആൾ ഇന്ന് ഞാൻ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് രേണു സുധിയുടെ അല്ലെങ്കിൽ രേണു ചേച്ചിയുടെ ആ ഒരു ബോർഡ്ലെസ്സും താൻ പാതി ദൈവം പാതി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഒരു ഫലം കൂടിയാണ്. ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി എങ്ങനെ ഒരു കമ്പാക്കാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരുപാട് ഇപ്പോൾ ഈ കിടക്കുന്ന ഇനോഗ്രേഷൻസ് ഒക്കെ വരാറുണ്ട്. എത്ര ഞങ്ങൾക്ക് രേണു സുധി മാത്രം അറിയുന്ന ഒരു തൃശ്ശൂരുള്ള ഒരു സംരംഭക. നമുക്ക് രേണു സുധി മാത്രം പക്ഷേ എനിക്ക് കീമോ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് പുറത്ത് കൊടുത്തില്ല. നമ്മളെ പുറത്ത് വീട്ടിലെല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് എൻ്റെ മാനേജർക്ക് എൻ്റെ വീട്ടുകാർക്ക് ഉറപ്പുണ്ട്, തിരിച്ചു വരുമ്പോൾ പഴയതിനേക്കാളും കൂടുതൽ പ്രോഗ്രാമുകളും സിനിമ ആയിട്ടും എല്ലാം കിട്ടുന്നു. എനിക്ക് 100% ഇനി അത് കിട്ടിയില്ലെങ്കിലും ഞാൻ എന്തായാലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല ബുദ്ധിമുട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞോടെ നല്ല രീതിയിലൊരു ബിസിനസ് ഞാൻ അത് തുടങ്ങുകയും ചെയ്യും. അത് പച്ച പിടിക്കുന്ന എനിക്ക് 100-110% നമ്മൾ താല്പര്യപ്പെടുന്ന നമുക്കൊരു ബിസിനസ് തുടങ്ങാം.
ഒരു കുശുമ്പ്, ഒരാൾ ബിസിനസ് ചെയ്തപ്പോഴുള്ളൊരു കുശുമ്പ്, അത്രേ ഉള്ളൂ. ശേഷം ഇപ്പം എനിക്ക് 34 വയസ്സുണ്ട്, പിന്നെ ഏജ് 34 ഉള്ളൂ. പിന്നെ അത് തന്നെയല്ല, ഞാൻ ആർട്ടിസ്റ്റാണ്. എനിക്ക് ഇനി മുന്നോട്ട് അഭിനയം കാര്യങ്ങൾ അപ്പോൾ അവിടെ തന്നെ പ്ലാസ്റ്റിക് സർജൻ തന്നെ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സാധാരണ ട്രാൻസ്പ്ലാന്റ് നടക്കത്തില്ല. കാരണം ഈ നമ്മുടെ ഈ സാധാരണ ചെയ്യത്തില്ല, അത് പറ്റത്തില്ല. അതിന്റെ പേരെന്താ, സിലിക്കോൺ വെക്കാൻ പറ്റില്ല. കാരണം റേഡിയേഷൻ ഉള്ളതുകൊണ്ട്, റേഡിയേഷൻ ചെയ്യേണ്ടതുകൊണ്ട് സിലിക്കോൺ പറ്റില്ല. അപ്പം നമ്മുടെ മസിൽ തന്നെ, നമ്മുടെ ശരീരത്തിലെ മസിൽ തന്നെ എടുത്ത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമ്മളത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. തിരിച്ചു വരും, അത് അതിലൊരു മാറ്റവും ഇല്ല. കാരണം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പഴയതിലും മികച്ച രീതിയിൽ രേണു വരട്ടെ, അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ വരുമ്പോൾ പഴയ രീതിയിലുള്ള രേണുവിനെ നമുക്ക് വേണ്ട. പുതിയ ഒരു രേണു, ഊർജ്ജസ്വലതയായിട്ടുള്ള, ഊർജത്തോടെ ആർജവത്തോടെ നിൽക്കുന്ന, എല്ലാം പോസിറ്റീവായിട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു രേണുവായിട്ട് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക. ഇന്നിപ്പോൾ കേരളത്തിൽ ക്യാൻസർ രോഗികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ക്യാൻസർ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതിന് മെയിൻ റീസൺ നമ്മുടെ ഫുഡ് ഹാബിറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരവസ്ഥയും മാറിയിരിക്കുകയാണ്. നമ്മൾ ശുദ്ധമായ പച്ചക്കറി എന്ന് പറഞ്ഞ് കഴിക്കുന്ന പോലും അതിൽ രാസവസ്തുക്കളും പല കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ ഒറ്റ കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഇൻട്രപ്റ്റ് ആണ്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ മദ്യപാനം അല്ലെങ്കിൽ ഒരു റീസൺ ആണ്? കാരണം മദ്യപാനം എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ എല്ലാം അവിടെ സെലിബ്രേറ്റ് ആയിട്ട് കഴിഞ്ഞപ്പോഴാണ് മതി. പക്ഷെ മദ്യപാനം എല്ലാം ആ സമയത്ത് സുചനുള്ള സമയത്ത് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കും. ചേട്ടനും ഞാനും കൂടെ ഞങ്ങൾ കഴിക്കുന്നത് ആ സമയത്ത് ബീറൊക്കെ ചേട്ടനും കൂടെ ആഘോഷിച്ചത്. ആ സമയത്ത് അത്രയും ആ സെയിം അളവിൽ തന്നെയാണ് ഞാൻ ഈ പോകുമ്പോഴും അവിടെ ഇനോഗ്രേഷൻ പോകുമ്പോഴും കഴിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരം, അതിനപ്പുറത്തേക്കും പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കിപ്പം തോന്നുന്നുണ്ട്, സത്യമാണ്, നമ്മളിങ്ങനെ അറിയുമോ അതിന്റെ ആണോ ദൈവം ഇനി അതിന്റെ ആയിരിക്കുമോ ക്യാൻസർ? ശരിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും ഇനി അത് എന്റെ ജീവിതത്തിൽ നല്ലൊരു തീരുമാനം. അപ്പോൾ സത്യമാണ്, മദ്യപിച്ച് നടന്നത് കൊണ്ടാണ്. പക്ഷേ ഞാൻ തമാശ പറയുന്നതല്ല, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നും കഴിക്കാതിരിക്കുക. പുകയില വസ്തുക്കളും മദ്യപാനമൊന്നും ആരും ചെയ്യാതിരിക്കുക. നമുക്ക് എന്തിനാ ഓരോരോ രോഗങ്ങൾ വരുത്തി വയ്ക്കുന്നത്? നമുക്ക് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും നോക്കി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുക. ഈ ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് അവരൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണണമെങ്കിൽ മൈ മീഡിയ ഒറിജിനൽസ് ചെന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് ഫുൾ വീഡിയോ ആയിട്ട് 2 എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.